Back to another vlog, guys. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 5:45. നമ്മൾ നേരെ പാരീസിലേക്ക് ലോഡ് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. നേരത്തെ തന്നെ എനിക്ക് ഉറപ്പൊക്കെ പോയതുകൊണ്ട് അപ്പോൾ ചില്ലൊക്കെ ഭയങ്കര ചെളിയുണ്ടല്ല, ചില്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മളത് സെൻട്രൽ നമ്മുടെ ജെമിനി ഫ്ലൈ ഓവറാണിത്. അങ്ങനെ നമ്മൾ സെൻട്രലിൻ്റെ അടുത്തൊക്കെ എത്താറായി. ജെമിനി ഫ്ലൈ ഓവർ തന്നെയതും. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് US എംബസി. അപ്പോൾ നമ്മളിത് സെൻട്രലിൻ്റെ അവിടെ എത്താറായി. ചെന്നൈ സെൻട്രൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോഡ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഫസ്റ്റ് ലോഡ് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾഡ് വാഷർമാൻ പെട്ടിലാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി നമ്മൾ അമ്പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 26 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ അത് മൂലക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത്. മാതാവരം അടുക്കുന്നു. അപ്പോൾ നമ്മൾ റെഡ് ഹിൽസ് അമ്പത്തൂർ റൂട്ടിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ആകെ ഒരു 8 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. സമയം ഇപ്പോൾ 8:45 ഇപ്പോൾ ഏതാണ്ട് അടുത്തൊക്കെ നമ്മൾ എത്തി തുടങ്ങി ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ലോഡ് അവിടെ സക്സസ്ഫുള്ളായിട്ട് ഇറക്കി. അടുത്ത ലോഡ് കയറ്റി നമ്മൾ അമ്പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അമ്പത്തൂർ റൂട്ടാണ്. നമ്മളിപ്പോൾ പോകുന്നത് അമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ കയറ്റിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 2 സിലിണ്ടറാണ് നൈട്രജൻ്റെ. സമയം ഇപ്പോൾ 9:45. പൊട്ടൻ എങ്ങനെയാണ് വന്നതെന്ന് കണ്ടോ. അപ്പം നമ്മൾ ഏതാണ്ട് ഇറക്കേണ്ട സ്ഥലത്തേക്ക് അടുത്തൊക്കെ എത്തി തുടങ്ങി. ഇത് കൊറട്ടൂർ എന്ന് പറയും ഈ സ്ഥലത്തിന്. ഇപ്പോൾ നമ്മൾ ഇറക്കേണ്ടത് അമ്പത്തൂരിലല്ല കേട്ടോ, കൊറട്ടൂറാണ് ഇറക്കേണ്ടത്. അവർ ലൊക്കേഷൻ മാറ്റിയിട്ടതുകൊണ്ട് അവരിപ്പോൾ വിളിച്ച് ലൊക്കേഷൻ വീണ്ടും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറട്ടൂറിലാണ് നമുക്ക് ഇറക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട ലൊക്കേഷനിലെത്തി, ഇറക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ലോഡ് അവിടെ ഇറക്കി. നമ്മൾ വേറെ ലോഡ് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കൊറട്ടൂരിൽ തന്നെ. കൊറട്ടൂരിൽ നിന്ന് നമുക്ക് പോകേണ്ടത് സോഴവരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ലോഡൊക്കെ കയറ്റി ഇനിയിപ്പോൾ നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഒരു 28 കിലോമീറ്റർ ഉണ്ട്. ഉച്ച സമയമായിട്ട് ഇപ്പോൾ സമയം ഏതാണ്ട് 12:45 ആയി തുടങ്ങി. അപ്പോൾ ഇത് റെഡ് ഹിൽസ് ബൈപ്പാസാണിത്. കുറച്ചും കൂടി മുന്നേ പോയിട്ട് നമ്മൾ ലെഫ്റ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ആന്ധ്ര ബൈപ്പാസിലേക്ക് വന്ന് കയറി. ആന്ധ്ര ചെന്നൈ ബൈപ്പാസാണിത്. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടിയും പോയി കഴിഞ്ഞാൽ നമുക്ക് ടോളുണ്ട്. അപ്പോൾ ടോളൊക്കെ അവോയ്ഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടോൾ അവോയ്ഡ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഒരു 10 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ചെന്നൈ ആന്ധ്ര ബൈപ്പാസാണ്. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് എത്തി. അപ്പോൾ ഇറക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അവിടെ ലോഡ് ഇറക്കി നമ്മൾ നേരെ അവിടെ നിന്ന് കുറേ ദൂരം താണ്ടി തിരുമുല്ലവായിലെത്തി.
തിരുമുല്ലവായിൽ നമ്മൾ ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോഡ് കയറ്റി നമ്മൾ വീണ്ടും അമ്പത്തൂരിലേക്ക് തന്നെയാണ് പോകണം. അപ്പോൾ ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ട് അമ്പത്തൂരിലേക്ക്. അപ്പോൾ മാക്സിമം ഞാൻ മെയിൻ റോഡിൽ കൂടെ പോകണില്ല. ഇപ്പോൾ സമയം 4:15 4:30 ആവണം. നല്ല ട്രാഫിക്കുള്ള സമയമായിരിക്കും സ്കൂളൊക്കെ വിട്ടതിൻ്റെ. അപ്പം നമ്മൾ മാക്സിമം സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകാം. സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗല്ലി എന്നൊക്കെ പറയും. അങ്ങനെയാണ് മലയാളത്തിൽ എന്താണ് ഇതെന്ന് എനിക്കറിയില്ല. ഇതിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ റോഡൊക്കെ കുറച്ച് മോശമായിരിക്കും, പക്ഷേ ട്രാഫിക് ഉണ്ടാവില്ല. സ്മൂത്തായിട്ട് ഇങ്ങനെ മൂവ് ആയതുകൊണ്ട് ഇങ്ങോട്ട് പോയാൽ മതി, വലിയ സ്പീഡൊന്നും ഇല്ലാണ്ട്. അപ്പോൾ നമ്മൾ കൊറട്ടൂരെത്തി. ഇപ്പോൾ ഇവിടുന്ന് ഒരു പാലമുണ്ട്, ആ പാലം കയറി ഇറങ്ങി കഴിഞ്ഞാൽ അമ്പത്തൂരായി. അപ്പോൾ ഈ പാലാണത്. ഈ പാലം കയറി ഇറങ്ങുന്നത് അമ്പത്തൂരിലേക്കാണ്. അപ്പോൾ ഏതാണ്ട് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തൊക്കെ എത്തി തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് കാണാം നമുക്ക്. അതല്ല ഏതെങ്കിലും ശരി ഇറക്കിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു 7:30 വരയ്ക്കും ഞാൻ അവിടെ ഇരുന്നു. ഒന്നും ലോഡൊന്നും ബുക്കായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 7.5 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലെത്താൻ. അപ്പോൾ വത്സർവാക്കം എത്തി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ.